പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കട്ടെ. VOC ചാനലിൽ കൂടെ ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഞാൻ ചെറിയ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. അതിൻ്റെ 3-ാം വാക്യത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടാകിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷങ്ങളിൽ വെച്ച് ഏറ്റവും അധികമായി അത്ഭുതങ്ങളും യേശു കർത്താവ് അടയാളങ്ങളും ചെയ്തത് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. അത് നമുക്ക് വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു കർത്താവ് ചെയ്ത ഒരു നല്ലൊരു അത്ഭുതമാണ് ഒന്ന് പാപമോചനം. അത് ആ പാപമോചനത്തിൻ്റെ കീഴിൽ രോഗത്തിൻ്റെ സൗഖ്യവും പക്ഷവാതക്കാരന് കൊടുക്കുവാനായിട്ടിടയായി. ഇന്ന് ഈ VOC ചാനലിൽ കൂടെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവത്തിൽ കൂടെ കൊണ്ടുപോകുവാനായിട്ട് സ്വർഗം നമ്മെക്കുറിച്ച് ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങളെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 3-ാം വാക്യത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ സംസാരിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ആ വാക്യം ഒന്നും കൂടെ അത് കർത്താവിൻ്റെ ദാസൻ ഈ സമയം വായിച്ച് സഹായിക്കുമല്ലോ. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാത രോഗിയെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ പക്ഷവാതക്കാരനെ ചുമന്നു കൊണ്ടുവന്ന 4 പേരെ കുറിച്ചാണ് ഇന്ന് ഞാൻ ചില ചിന്തകൾക്കായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പൈതല്, ഇവയെ പക്ഷവാത രോഗിയെ സംബന്ധിച്ചിടത്തോളം, ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം തളർന്നു കിടക്കുന്ന, പാപത്താലും രോഗത്താലും തളർന്നു കിടക്കുന്നവനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായിട്ട് നമുക്കതിൽ ചിന്തിക്കുവാനായിട്ടുള്ളത്, പാപത്താലും രോഗത്താലും തളർന്നു കിടക്കുന്നവനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഉണ്ടാകണമെന്നാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പൈതല്, ഒരു വെറ്റിനറി ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ എന്നും ഭവനത്തിൽ നിന്ന് ഈ വെറ്റിനറി ഡോക്ടർ കൊണ്ടുവരും ഉച്ചഭക്ഷണം. അങ്ങനെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു നായ അല്ലെങ്കിൽ പട്ടി കടന്നു വരാറുണ്ട്. അങ്ങനെ ശേഷിച്ചത് ഈ പട്ടിക്ക് ഈ ഡോക്ടർ കൊടുക്കും. അങ്ങനെ അനുദിനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ പട്ടിയുടെ ഒരു കാൽ മുറിഞ്ഞ് ഈ പട്ടി കൊച്ചം കുത്തിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഈ ഡോക്ടർ കണ്ടത്. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ പട്ടിയെ ഡോക്ടർ പിടിച്ചിട്ട് ആ കാല് കെട്ടിയിട്ട് ഈ പട്ടിയെ വിടുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. ആ പട്ടി 6 ദിവസം കഴിഞ്ഞിട്ട് കാലുണങ്ങി ദൈവത്തിൻ്റെ വരെ 4 കാലിൻ്റെ മുകളിൽ അത് വീണ്ടും ഉച്ചഭക്ഷണത്തിന് കടന്നു വരുമ്പോൾ കൂടെ ദൈവത്തിന് സ്തോത്രം ഒരു കൊച്ചക്കാലുള്ളൊരു പട്ടിയെ അത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. ആ പട്ടിയെ കൊണ്ടുവന്നിട്ട് ആ ഡോക്ടർ അതിനെയും കെട്ടി ദൈവത്തിന് സ്തോത്രം അയപ്പാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, നീ ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ബദലാണെങ്കിൽ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ബദല്, എനിക്ക് ഇന്ന് പകൽക്കാലം പറയാനായിട്ടുള്ളത്, ഇന്ന് രാത്രിക്കാലം പറയാനായിട്ടുള്ളത്, നീ ഒരു ദൈവവൈദ്യനാണെങ്കിൽ, ശുശ്രൂഷക്കാരനാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അതെ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ മറ്റവനെയും കൊണ്ടുവരേണ്ട ഒരു ചുമതല നിനക്കുണ്ട്. ദൈവത്തിന്റെ മുന്നിൽ ഒരുപക്ഷെ പാപത്താൽ തളർന്നു കിടക്കുന്നവനായിരിക്കാം, ഒരുപക്ഷെ രോഗത്താൽ തളർന്നു കിടക്കുന്നവനായിരിക്കാം, യേശുവിന്റെ അടുത്തേക്ക് നീ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഇത് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക.
ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് ശുശ്രൂഷക്കാർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വഴിയില് അത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം, അതെ, ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്നേഹിപ്പാനായിട്ടുള്ള ഒരു മനസ്സവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറയട്ടെ, പാപത്തെക്കുറിച്ചും ദൈവത്തിന് സ്തോത്രം തളർന്നു കിടക്കുന്നവനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് അവർക്ക് ഉണ്ടായതുപോലെ ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവത്തിന്റെ വഴിയില് ഒരറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ദേശത്തും പരിസരങ്ങളിലും എത്രയോ പേർ മദ്യത്തിനും മയക്കമരുന്നുകൾക്ക് അടിമകളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പാപത്താൽ അകപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ യേശുവിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചുമതല എനിക്ക് നിനക്കും ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഒരു മനസ്സ് അവരെ സ്നേഹിപ്പാനായിട്ടുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ 20 വർഷം മുമ്പ് ഞാൻ പഴനിയിൽ ദൈവത്തിൻ്റെ വഴിയില് കർത്താവിൻ്റെ വേലയിലായിരിക്കുകയാണ്. മാസം തോറും നടക്കുന്ന ദൈവത്തിന് സ്തോത്രം ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഭവനത്തിൻ്റെ കീഴിൽ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേകരെ ഞാൻ നോട്ടീസ് കൊടുത്ത് ഭവനത്തിൽ പോയി വിളിക്കാറുണ്ട്. അങ്ങനെ ചിറക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ വീട് പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ ആ വീടിൻ്റെ അടുത്ത് കടന്നുപോയി ഗ്രില്ലിൽ കൂടെ ഞാൻ നോട്ടീസ് ഒരു അമ്മച്ചിക്ക് കൊടുത്തു. വെളുത്തു തൊടുത്തൊരു അമ്മച്ചി, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ മുറുക്കി ചമച്ചിരിക്കുന്ന അമ്മച്ചി. ഞാൻ ഈ നോട്ടീസ് കൊടുത്തപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ നീ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മാത്തപ്പേട്ടൻ്റെ മങ്ങാടുള്ള മാത്തപ്പേട്ടൻ്റെ മകനാണെന്ന് പറഞ്ഞു. ഓ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ദൈവത്തിന് സ്തോത്രം. നീ സ്വർണ്ണക്കച്ചവടമൊക്കെ നിർത്തിയിട്ട് ഇതിൻ്റെ പുറകെയാണോ എന്ന് അമ്മച്ചി ചോദിച്ചു. ഞാൻ എൻ്റെ യോഗത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം, അതെ, പിറ്റേ മാസം ഞാൻ അവിടെ കടന്നുപോയി ദൈവത്തിൻ്റെ പതില്. ആഴ്ചയിലാണോ മാസത്തിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാ പറയട്ടെ, വീണ്ടും ഞാൻ കടന്നുപോയി. സ്നേഹത്തോടെ അമ്മച്ചിയെ ക്ഷണിച്ചു ദൈവത്തിൻ്റെ പൈതല്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്ഷണിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, ഇനി ഇത് പറഞ്ഞ് ഇങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞു. നോട്ടീസ് ഞാൻ കൊടുത്തു, ക്ഷണിച്ചു. ദൈവത്തിന് സ്തോത്രം. വന്നില്ല. ഞാൻ വീണ്ടും അമ്മച്ചിയെ കടന്നുപോയി. 3ാമത്തെ പ്രാവശ്യം ക്ഷണിച്ചു, അമ്മച്ചിയെ ഒരു പ്രാവശ്യമെങ്കിലും കടന്നു വരണം, സ്വർഗത്തിലെയും അത്ഭുതങ്ങളെ ചെയ്യും, അവൻ പാപത്തിന് മോചനം തരുമെന്നെല്ലാം അമ്മച്ചിയോട് പറഞ്ഞു. അതൊന്നും കേൾക്കാൻ അമ്മച്ചി വകയായിരുന്നില്ല. എന്നാൽ മുറുക്കി ചാമ്പിച്ചിരുന്ന അമ്മച്ചി അത് ഗ്രില്ലിൽ കൂടെ ഒരു തുപ്പ് തുപ്പി. പ്രൈസ് ദി ലോർഡ്. അതെന്റെ മേലായില്ലെങ്കിലും അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാൻ പറയട്ടെ, നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ, ദൈവത്തിന്റെ സ്തോത്രം, അവർ മുഖത്ത് തുപ്പിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏറ്റവും വലിയ നിന്ന എന്ന് പറയുന്നത് തുപ്പലാണ് ദൈവത്തിന്റെ ബദലേ. ഈ നിന്ന കിട്ടിയപ്പോൾ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ദൈവത്തിന് സ്തോത്രം, നീ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്താലും ദൈവത്തിന് സ്തോത്രം നിന്നെ വിടക്കെന്നെഴുതി തള്ളിക്കളഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിൽ പ്രതിഫലം വലുത്. അങ്ങനെ ഞാൻ കടന്നുപോയി. ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് കേൾക്കട്ടെ ദൈവത്തിൻ്റെ പതില്. അത് 2 പേര് രാവിലെ 6 മണിക്ക് എൻ്റെ ഭവനത്തിൻ്റെ കീഴിൽ കാറുമായിട്ട് വന്നു. ഞാൻ ജനലിൽ കൂടെ രാവിലെ നോക്കിയപ്പോൾ അത് 2 പേര് കാറുമായിട്ട് നിൽക്കുന്നു. ഗേറ്റ് ഇങ്ങനെ ഇളക്കുന്നതായിട്ട് കണ്ടു. ഞാൻ ചോദിച്ചെന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു ദൈവത്തിൻ്റെ പതില്. അപ്പോൾ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഡ്രസ്സ് മാറി ഞാൻ കാറിൽ കയറി. ചുരുക്കമായി പറയട്ടെ, അതെ, ആ കാറിൽ കയറിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അത് ഒരു അമ്മച്ചി പറഞ്ഞത് ഇപ്രകാരമാണ്, നീ പ്രാർത്ഥിക്കാതെ ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ഒരു മെത്രാച്ചിന് ലഭിക്കുന്ന സ്വീകരണത്തെക്കാൾ അധികം സ്വീകരണം എനിക്ക് ലഭിച്ചു. അടുത്തുള്ളവർ വന്നുകൂടി, ബന്ധുമിത്രാദികൾ വന്നുകൂടി. ഏകദേശം 25ഓളം പേര് ഈ രാവിലെ 6 മണിക്ക് അവിടെ ഉണ്ട് ദൈവത്തിൻ്റെ പേരിൽ. ഞാൻ അകത്തി ചെന്നപ്പോൾ ഈ അമ്മച്ചി എന്നെ കണ്ടപ്പോൾ തലവൊക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, മോനെ ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ ക്ഷമിക്കേ. അപ്പം ഞാൻ അമ്മച്ചിയോട് ഇപ്രകാരം പറഞ്ഞു, അമ്മച്ചി ഞാൻ ക്ഷമിച്ചത് കൊണ്ടല്ലേ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് വിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ കൈ കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ദൈവത്തിൻ്റെ പേരിൽ അത് ഈ കൈകാലുകളെല്ലാം തളർന്നു കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഉണ്ടായ സംഭവം ഞാൻ വിളിച്ചു പറയുന്നത് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന്. ശത്രുവിനെ നീ സ്നേഹിക്കണം ദൈവത്തിൻ്റെ പേരിൽ. ഇതാണ് ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഞാൻ അമ്മച്ചിക്ക് വേണ്ടി കൈപിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മച്ചിയെ അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, മോനെ നീ എന്താ പറഞ്ഞത്? എല്ലാം ഞാൻ കേൾക്കാമെന്ന് അമ്മച്ചി പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയിട്ട് ഈ യേശു കർത്താവിന് രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അമ്മച്ചി അംഗീകരിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു. പക്ക ഓർത്തഡോക്സുകാരിയായിരിക്കുന്ന അമ്മച്ചി, നിന്റെ യോഗം ഭവനത്തിൽ
ഭവനത്തിൽ വെക്കണമെന്ന് പറഞ്ഞു. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഭവനത്തിൽ യോഗം വെച്ച് വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു ദൈവത്തിൻ്റെ പേര് യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഈ അമ്മച്ചി ഹോസ്പിറ്റലിൽ വെച്ച് സ്വീകരിച്ചു. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ പേര് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അമ്മച്ചി അത് ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം മനസ്സിലായോ? ഒരു ആത്മാവിനെ നേടുവാനായിട്ട് നീ അവരെ സ്നേഹിക്കണം. തളർന്നു കിടക്കുന്നവരെ കുറിച്ച്, പാപത്താലും രോഗത്താലും തളർന്നു കിടക്കുന്നവരെ കുറിച്ചുള്ള ഒരു അറിവ് നിനക്ക്, ഉൾബോധം നിനക്കുണ്ടാകണം, ഒരു ഉൾക്കാഴ്ച നിനക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെയോ ആത്മാവിനെ നിനക്ക് തരും ദൈവത്തിൻ്റെ പൈതലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെ സ്നേഹിക്കാനായിട്ടൊരു മനസ്സുണ്ടാകണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആത്മാക്കളെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തനിയെ തരും. എൻ്റെ ഭവനത്തിലേക്ക് ഒരു ദിവസം ഒരു ഹൈന്ദവ സ്ത്രീ കടന്നു വന്നു. ഏകദേശം 55 വയസ്സ് പ്രായം. ഞാൻ ചോദിച്ചു, എന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കല്യാണം പറയാൻ വന്നതാണെന്ന് പറഞ്ഞു മകളുടെ. ശരി, വരൂ, അകത്തോട്ട് കയറിയിരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ സോഫ സെറ്റിലിരുത്തി. അവിടെ ഇരുത്തിയിട്ട് ഈ സഹോദരി എന്നോട് ഇപ്രകാരം പറഞ്ഞു, സഹോദര, ഞാൻ ഈ ബാക്കിൽ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടത്. അനുഭവം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ 3 പ്രാവശ്യം ആത്മഹത്യക്ക് പോയതാ. എൻ്റെ അമ്മ പ്രകാരം പറഞ്ഞു, മോള് അവിടെ യോഗം നടക്കുന്നുണ്ട്, അവിടേക്ക് നീ കടന്നു പോകും എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മച്ചിക്ക് ഒരു വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചം ദൈവത്തിൻ്റെ വലിയ കൊടുങ്കാറ്റ് പോലെ വീശി. എന്നിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം, ഈ മകള് അവിടേക്ക് കടന്നു വരാനായിട്ടിടയായി. ഏകദേശം 45 വയസ്സ് പ്രായം കാണുമായിരിക്കാം. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സ്തോത്രം, അങ്ങനെ കടന്നു വന്നപ്പോൾ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ആ സഹോദരി ഷാരോൺ സഭയിലേക്ക് ദൈവത്തിൻ്റെ വലിയ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കുടുംബമായിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, നീ അറിയാത്ത ആത്മാക്കളെ സ്വർഗം നിനക്ക് തരുവാനായിട്ടിടയാകും. അങ്ങനെ എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്നറിയോ? ദൈവത്തിൻ്റെ പേരിൽ ഒന്നാമതായിട്ട് പാപത്തെക്കുറിച്ച്, അത് തളർന്നു കിടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് നിനക്കുണ്ടാകണം, ഒരു ഉൾക്കാഴ്ച നിനക്കുണ്ടാകണം. ആ സ്നേഹത്തിലൂടെ കൂടെ ആയിരിക്കണം ഈ ശുശ്രൂഷ നടക്കേണ്ടത്. അത് മനസ്സിൽ അവരെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം പാപത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്തോത്രം, പാപത്താൽ തളർന്നു കിടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, ഒരു ഉൾക്കാഴ്ച ഈ 4 പേർക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് ഈ ഉൾക്കാഴ്ച കണ്ടിട്ട് അവരെല്ലാം സ്നേഹിച്ചിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം നീ കടന്നു പോകണം. ഇന്ന് എവിടെയാ സ്നേഹം? പ്രൈസ് ദി ലോർഡ്. സ്നേഹമില്ലാത്തൊരു കാലഘട്ടത്തെ ഞാൻ നിങ്ങളായിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ശുശ്രൂഷയിൽ നീ ആയിരിക്കുമ്പോൾ, നീ ഒരു പാസ്റ്ററാകട്ടെ, ഒരു ബ്രദറാകട്ടെ, കർത്താവിൻ്റെ വേലക്കാരനാകട്ടെ, എനിക്ക് പറയാനായിട്ടുള്ളത്, ശത്രുവിനെ സ്നേഹിച്ച് അവനെ ദൈവത്തിൻ്റെ പേരിൽ ആത്മാക്കളെ നീ രക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് തളർന്നു കിടക്കുന്നവരെ, പാപത്താൽ തളർന്നു കിടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്നു. രോഗത്താൽ തളർന്നു കിടക്കുന്നവരുടെ അറിവ് നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെയായി രോഗം വരുന്നത്? 38 ആണ്ട് ദീനം പിടിച്ച് കുളക്കളവിൽ കിടക്കുന്ന വ്യക്തിയെ നമുക്ക് സുപരിചിതമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു അവിടേക്ക് കടന്നു വന്ന് അവന് സൗഖ്യം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വഴിയിൽ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ ഒരു ദിവസം അവനൊരു സ്ഥലത്ത് വെച്ച് യേശു കർത്താവിനെ കണ്ടുമുട്ടി. അപ്പോൾ യേശു അവനെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, അധികം പാപം ചെയ്യരുത്, അധികം തിന്മ വായിപ്പാതിരിപ്പോൾ ഇനി നീ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവന് വിടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലായോ? പാപമുള്ളത് കൊണ്ടാണ് രോഗം മനുഷ്യനുള്ളതെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ പാപത്താൽ അത് തളർന്നു കിടക്കുന്നവരെ കുറിച്ചുള്ള അറിവുണ്ടായിട്ട്, രോഗത്താൽ തളർന്നു കിടക്കുന്നവരുടെ അറിവുണ്ടായിട്ട് അത്ഭുതകരമായി കർത്താവ് അതിന് രണ്ടിനും സൗഖ്യം കൊടുക്കും. ആമേൻ, ആമേൻ. പാപത്തിന് സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ്റെ രോഗത്തിന് സൗഖ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ പേര് ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഐക്യതയുള്ളവരായിരുന്നു. സ്തോത്രം. ഒരുമയുള്ളവരായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, 6000 ഭൂതമുള്ള ലെഗിയോൻ നമുക്ക് ഏറ്റവും സുപരിചിതമായ വ്യക്തിയാണല്ലോ. യേശു കർത്താവ് ശിഷ്യന്മാരെ പടകിൽ അയച്ച് ഗദരദേശത്തേക്ക് കടന്നുപോയിട്ട് അവിടെ അവന് സൗഖ്യം കൊടുത്ത 6000 ഭൂതമുള്ള ലെഗിയോൻ. ഈ 6000 ഭൂതമുള്ള ലെഗിയോൻ അള്ളിപ്പിടിച്ച് ഒറ്റക്കെട്ടായിട്ട് ദൈവത്തിൻ്റെ പേര് അത് അവനെ പൊളിച്ചു കളയാൻ കഴിയാതെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. സ്തോത്രം.
മനസ്സിലായോ? സാത്താൻ ഒരുമിച്ച് നിൽക്കും, എന്നാൽ 4 ദൈവമക്കൾ എന്ത് ചെയ്യില്ല? ഒരുമിച്ച് നിൽക്കത്തില്ല. ഞാനൊരു ദിവസം ഒരു ദൈവദാസനെ വിളിച്ചു, ദൈവദാസ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതെന്നറിയോ, എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാൻ പോകാണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിന് സമയം വെച്ചിട്ട് പോകാൻ പറഞ്ഞില്ല ദൈവത്തിൻ്റെ പൈതല്. ഒരുപക്ഷെ ആയിരിക്കാം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം മനസ്സിലായോ? ദൈവത്തിൻ്റെ പൈതല് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഐക്യതയോടെ നീ പോകണം. ഭൂമിയിൽ 2 പേർ ഐക്യമെത്തപ്പെട്ട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവണ്ണം ചെയ്തു തരാമെന്ന് വാഗ്ദത്തം ചെയ്ത നാമത്തിൽ നീ പോയി കഴിഞ്ഞാൽ അവിടെ വിടുതലുണ്ട് ദൈവത്തിൻ്റെ പൈതല്. പത്രോസ് യോഹന്നാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ പൊന്നും വെള്ളി എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. ഐക്യത വേണം ദൈവത്തിൻ്റെ പൈതല്, ഐക്യത വേണം, ഒരുമ വേണം. നമ്മൾ പറയും ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്ന്. വെറുതെയാ? ഇല്ല. ഇന്ന് ഒരുമയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ശുശ്രൂഷകരായിരിക്കുന്നത്. എവിടെ ഒരുമ? ഈ സഭയിൽ നിന്ന് ആ സഭയ്ക്ക് പോകില്ല, ആ സഭയിൽ നിന്ന് ഈ സഭയിലേക്ക് പോകില്ല. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ കാണുമ്പോൾ പകയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ പൈതല് ഇന്ന് പകൽക്കാലം നീ ശ്രദ്ധയോടുകൂടെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ, VOC ചാനലിൽ കൂടെ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുമയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പേരിൽ സ്വർഗാരോഹണം ചെയ്യുന്നതിനേക്കാൾ മുന്നായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ 17-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം 23-ാം വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിനും, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന്, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണമെന്ന് തന്നെ. ദൈവത്തിൻ്റെ പൈതല്, നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ആ പിതാവാം ദൈവത്തോട്. ദൈവത്തിന് സ്തോത്രം. അതെ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ എൻ്റെ പ്രിയ മക്കളും എന്നിൽ, ദൈവത്തിന് സ്തോത്രം, അതെ, രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്ന അവരെ ഐക്യതയുണ്ടാകണമെന്ന് യേശു കർത്താവ് നമുക്ക് വേണ്ടി അതെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചതാ. ദൈവത്തിൻ്റെ പൈതല് എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, എനിക്ക് ഐക്യതയില്ല, ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഏറ്റവും അധികം പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ പൈതല്. എന്താ? ഐക്യതയില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് ഈ ജനത്തിൽ നീ ഒരു ഐക്യത, ഒരുമ കൊടുക്കുമാറാകണമേ എന്നവൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എവിടെ ഐക്യത ദൈവത്തിൻ്റെ പൈതല്? അതെ, സഭകളിൽ ഐക്യതയില്ല, രാഷ്ട്രീയത്തിൽ ഐക്യതയില്ല, ഭവനങ്ങളിൽ ഐക്യതയില്ല. എവിടെ എടുത്തു നോക്കിയാലും ഐക്യത നഷ്ടപ്പെട്ടു. പിശാചിനും അത് തന്നെ വേണ്ടത്, ഐക്യത പൊളിക്കുക എന്നുള്ളതാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പൈതല് നമ്മുടെ ഐക്യത പൊളിക്കുക എന്ന പിശാചിൻ്റെ കണ്ണിങ് അത് നീ മറന്നു പോകല്ലേ, നാടൻ ഭാഷയെ പറഞ്ഞ. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഭവനത്തിൽ നീ പോകണം. ഇന്ന് ഭവനം നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? അപ്പൻ ഒരു ഭാഗത്ത് തുഴയും, അമ്മ വേറെ ഭാഗത്ത് തുഴയും, മക്കൾ വേറെ ഭാഗത്ത് തുഴയും. നീ എവിടെ എത്തിച്ചേരത്തില്ല. ഒരുമിച്ച് ഐക്യത്തോടുകൂടെ ഭവനം ചമയണമെങ്കിൽ യേശു കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടാകണം. ആമേൻ. ഒരു പേഴ്സണലായിട്ടുള്ള ബന്ധമുണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഐക്യത ഉണ്ടാകണം. എന്നാൽ ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പൈതല് അവർ ഐക്യമെത്തപ്പെട്ട യേശുവിൻ്റെ അടുത്തേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ കണ്ടോ? അതുകൊണ്ട് ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് ഇന്ന് ഞാനൊരു വെല്ലുവിളിയോടുകൂടെ പറയട്ടെ, നീ ഏത് സഭക്കാരനായാലും ഏത് സഭയുള്ള വിശ്വാസിയായാലും ഐക്യമെത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഒരുമ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരുമയില്ലാത്ത ശുശ്രൂഷ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ പൈതലെ. ഹൃദയം കൊണ്ട് ഒരുമിക്കണം. ഹൃദയം കൊണ്ട്, വായക്കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇന്ന് പലരും പറയും, അതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്തോത്രം സ്തോത്രം, നീ സ്നേഹിക്കുന്നുണ്ട്. ശത്രുവിനെ സ്നേഹിക്കേ, അവനോട് സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കേ. ഞാൻ അങ്ങനെ തന്നെ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ വെല്ലുവിളിയോട് പറയാം, ഞാൻ എൻ്റെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്.
എനിക്ക് ആരോടൊരു പകയോ വിദ്വേഷവും ഇല്ല. അത് ഉണ്ടായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല. ദൈവത്തിൻ്റെ പൈതലേ, പ്രാർത്ഥന കേൾക്കത്തില്ല. ശത്രുവിനോട് നീ നിരക്ക്, അവനെ മനസ്സ് കാണിച്ച് സ്നേഹിക്കേ. ആമേൻ. അതുപോലെ ഐക്യമത്യപ്പെട്. ഞാൻ ചുരുക്കി പറയട്ടെ, ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റക്കെട്ടായിട്ട് ഐക്യതയോടെ അവർ നിന്നു. ദൈവത്തിൻ്റെ പൈതലേ, അതാ ഈ 4 പേരുടെ ക്വാളിറ്റി. പ്രൈസ് ദി ലോർഡ്. ശത്രുവിനെ സ്നേഹിക്കുക, അതുപോലെ തളർന്നു കിടക്കുന്നതിനെ കുറിച്ചുള്ള അറിവുണ്ടായിട്ട് അവിടേക്ക് കടന്നു പോകുക, അവനെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാ. 2, ഐക്യതയുണ്ടാകണം, ഒരുമയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. 3-ാമതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, അവർ യേശുവിൻ്റെ അടുത്തേക്ക് ഈ പക്ഷവാത രോഗിയെ കൊണ്ടുവരുവാനായിട്ട് അവർ റിസ്ക് എടുത്തു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? റിസ്ക് എടുത്തു എന്നേ. ഞാൻ അങ്ങനെ ചിന്തിക്കുക, ഈ 4 പേരും വിവിധ വ്യത്യാസത്തിലുള്ള അളവുള്ളവരായിരിക്കും. ഒരുപക്ഷെ ഒരാൾ 4 അടിയായിരിക്കും, ഒരുപക്ഷെ 6 അടിയായിരിക്കും, ഒരുപക്ഷെ 6.5 അടിയായിരിക്കും. ഈ വാഴപ്പിണ്ടി പോലെ വെട്ടിയിട്ട ഈ മനുഷ്യൻ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആകെ തളർന്നു കിടക്കുന്നവനാ. വാഴമണ്ടി പോലെ, വെട്ടിയിട്ട വാഴമണ്ടി പോലെ കിടക്കുന്ന വ്യക്തിയാണ്. അവനെ കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി പണിയാ. ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പൈതല് ഈ 4 പേർ ഒരു മനസ്സോടുകൂടെ, ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഈ ശവടുപ്പിനൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു കാഴ്ച കാണാൻ എന്താണെന്നറിയോ? ഈ പെട്ടി പിടിക്കാൻ വലിയ തിരക്കായിരിക്കുക. പെട്ടി പിടിക്കാനേ, ശവപ്പെട്ടി പിടിക്കാൻ വലിയ തിരക്കെല്ലാവർക്കും കാണും. ഞാനത് മാറി നിൽക്കാറാ. കർത്താവ് പറഞ്ഞിട്ട് മരിച്ചവരെ കുഴിച്ചിട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഞാൻ ആരെയും മുറിവാക്കൊണ്ട് വേദനപ്പെടുത്താൻ പറഞ്ഞല്ല. ദൈവത്തിൻ്റെ പോലെ ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം അവർ പൊക്കം ഉയരം കുറവുള്ളതാണെങ്കിലും ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഒരുവൻ അതെ പെട്ടി പിടിക്കണം, അവൻ 2 കാലിൻ്റെ മുകളിൽ ഇങ്ങനെ പോകും, മടമ്പ് കുത്തിയിട്ട്. മനസ്സിലായ? ഉയരം ശരിയാക്കാനാന്നേ, ഉയരം ശരിയാക്കാൻ, എന്നാലും പെട്ടി വിടത്തില്ല. ഇതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റക്കുറവുകൾ അവർക്കുണ്ടെങ്കിലും അവർ ഒരുമിച്ച് ഐക്യമത്യപ്പെട്ടു യേശുവിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി. എന്നിട്ട് ദൈവത്തിൻ്റെ ഒരു പരയുടെ മോന്തായം, പഴയ കാലത്ത് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. കഫർന്നഹൂമിൽ അങ്ങനെ കുറേ വീടുകളുണ്ട്, അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ പറയട്ടെ, അവനെന്ത് ചെയ്തു? വെട്ടിയിറക്കി. പ്രൈസ് ദി ലോർഡ്. വെട്ടിയിറക്കി യേശു കർത്താവിൻ്റെ അടുത്തേക്ക് അവൻ ഇറക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ചെറിയ റിസ്ക്കാണ് അവരെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു ജീവിതത്തെ നീ കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി റിസ്ക് എടുക്കേണ്ടി വരുന്നേ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തിയെ നീ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഒത്തിരി റിസ്ക് എടുക്കേണ്ടി വരും. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ട് പഴഞ്ഞിയിൽ ഒരു മദ്യപാനി അത് ചോര ഛർദ്ദിച്ച് മരണത്തോട് മല്ലടിച്ച് മെഡിക്കൽ കോളേജിൽ കിടക്കുക. എൻ്റെ ഒരു കൂട്ടു സഹോദരനായിരുന്നു, പഴയ കാലങ്ങളിലുള്ള, ഞാൻ വീട് പറയുന്നില്ല. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വേലയോട് ബന്ധപ്പെട്ട് കടന്നു പോയപ്പോൾ ഈ സഹോദരനെ കണ്ടു, സംസാരിച്ചു. ഞാൻ പറയട്ടെ, അവിടെ കടന്നു പോയപ്പോൾ അവിടെ നിന്നുള്ളവർ പറഞ്ഞെന്താണെന്നറിയോ? തൊട്ടടുത്തുള്ളവർ, ബ്രദറേ, ഇവിടേക്ക് മദ്യം കൊണ്ടുവന്ന് അവിടെ വിൽപ്പനയ്ക്കുണ്ടത്ര അതിൻ്റെ അകത്ത്. ഇപ്പോഴല്ല, 10-15 വർഷം മുമ്പുണ്ടായൊരു സംഭവമാണ്. അങ്ങനെ ഈ സഹോദരൻ അവിടെയും കുടിച്ച് കിടക്കുക. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ പഴഞ്ഞിയിലെ ഒരു വ്യക്തി, ദൈവത്തിൻ്റെ സ്തോത്രം, മദ്യപാനിയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഈ തൊണ്ടയിൽ ക്യാൻസർ കടന്നു വന്നപ്പോൾ അതെ കുപ്പിത്തണ്ട് ഇട്ടിട്ട് അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവനത്തിൽ കടന്നു പോയിട്ട് ഫ്രണ്ട്ഷിപ്പ്. മനസ്സിലായോ? അങ്ങനെ ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവസാനം കാലം എന്ത് ചെയ്തു? സുവിശേഷം കേട്ടിട്ട് അത് ദൈവത്തിൻ്റെ സ്തോത്രം അനുസരിക്കാതെ പെട്ടി പോയിന്നേ. ഞാൻ സുവിശേഷം പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ പൈതൽ. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഈ വ്യക്തിയുമായി സുവിശേഷം അറിയിച്ചു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനായിട്ടുള്ളതെല്ലാം ഏറ്റുപറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ ബ്രദറിൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് പോരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, സമയമായിട്ടില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഒരു വ്യക്തി യേശുവിലേക്ക് നീ ആദായപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അവനെ ശുശ്രൂഷയുടെ മുഖത്ത് നിർത്തരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ പാകമായിട്ടുണ്ടോ എന്ന് നോക്കണം, അവൻ എങ്ങനെയാണെന്ന് നോക്കണം. സാത്താൻ അവനെ ദൈവത്തിൻ്റെ സ്തോത്രം ഇല്ലായ്മ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞു, വേണ്ട സഹോദര എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം മനസ്സിലായോ? അപ്പോൾ ഒരു സ്ത്രീ കടന്നു വന്നിട്ട് എന്നോട് തൊട്ട ബെഡിൽ കിടക്കുന്ന ഒരു സ്ത്രീ പ്രകാരം പറഞ്ഞു, ബ്രദറേ, എൻ്റെ ഭർത്താവിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഓ, അതൊരു ഹൈന്ദവ സ്ത്രീ ആയിരുന്നു.
ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് തോന്നിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞതെന്നറിയോ? ദൈവത്തിന് സ്തോത്രം, ഞാനൊരു രക്ഷിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഒരു ഹൈന്ദവ സ്ത്രീ. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, നീ രക്ഷിക്കപ്പെട്ടതാണോ, ഗുണം പിടിച്ചതാണോ എന്ന് ഇന്ന് വിരൽ ചൂണ്ടി ഞാൻ ചോദിക്കുക. മൂഢജാതികളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവരുത്തുമെന്ന് പറയുമ്പോൾ, ഈ സുവിശേഷം അതെ അവർ കേൾക്കുമെന്ന് പറയുമ്പോൾ, നീ രക്ഷിക്കപ്പെട്ടതാണോ? അവർ പന്തിയിരിക്കുമ്പോൾ നീ എവിടെയായിരിക്കും എന്ന് ശാന്തമായി ചിന്തിക്കുക ദൈവത്തിൻ്റെ പൈതലേ. ഞാൻ ചോദിച്ചു അടുത്ത് പോയിട്ട് ഭർത്താവിനോട്, സഹോദര എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഭർത്താവ് നാളെ ഡിസ്ചാർജ് ആകുക, രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചിട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ സഹോദരൻ ഇപ്രകാരം പറഞ്ഞു, യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് ഞാൻ വ്യക്തമായി സംസാരിച്ചു. എന്നിട്ട് തലയെ കൈവച്ച് ചുരുക്കമായി പറയട്ടെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനെ വായിക്കൊണ്ട് ഏറ്റുപറയുകയും ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് പൊട്ടി ഈ വ്യക്തി കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ദൈവത്തിൻ്റെ ഉണ്ടായ സംഭവം ഞാൻ വ്യക്തമായി പറയട്ടെ, എൻ്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് സ്തോത്രം. ആമേൻ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ കാലിൻ്റെ പെരുവിരൽ നീട്ടിപ്പിടിച്ച്, കൈ നീട്ടിപ്പിടിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് കള്ളന് ലഭിച്ച ദൈവത്തിന് സ്തോത്രം, ആ രക്ഷ ഈ പ്രിയ സഹോദരൻ പ്രാപിച്ചു. ദൈവത്തിൻ്റെ പൈതലേ, അങ്ങനെ മരണം സ്ഥിരീകരിക്കാനായിട്ട് 2-3 ഡോക്ടർമാർ അവിടെ ഓടി വന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറി നിന്നു. കാരണം എന്നറിയോ? പ്രാർത്ഥിച്ച് കൊന്ന വ്യക്തിയാണെന്ന് അറിയണ്ട ചേട്ടാ. അല്ലെങ്കിൽ പറയാം എങ്ങനെയാ, ജനം പറയാ പ്രാർത്ഥിച്ചിട്ടേ കൊന്നു. അപ്പോൾ ഞാൻ മാറി നിന്നപ്പോൾ ഡോക്ടർമാർ വന്ന് മരണം സ്ഥിരീകരിച്ചപ്പോൾ ഒരു 10-50 ആൾ ചുറ്റുഭാഗത്ത് കൂടിയിരുന്നു, അടുത്തുള്ളവരൊക്കെ. ഞാൻ പറയട്ടെ, ആ വ്യക്തിയെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതുവരെയും ഞാൻ അവിടെ നോക്കിക്കൊണ്ട് സന്തോഷിച്ചു നിന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും, സ്വർഗത്തിൽ ചലനമുണ്ടാകും. ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായതാ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു വ്യക്തി യേശുവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നീ റിസ്ക് എടുക്കണം, കുറച്ച് ബുദ്ധിമുട്ടണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗത്തു നിന്ന് വിടാനായിട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. സമയപരിധി ഉണ്ടല്ലോ ദൈവത്തിൻ്റെ പൈതലേ. അതുകൊണ്ട് 3 ചിന്തകൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, പാപത്താൽ തളർന്നു കിടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടാകണം. അതിനോട് ചേർന്ന് പറയട്ടെ, അവരെ സ്നേഹിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. 2, ഐക്യതയുണ്ടാകണം, ഒരുമയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷയുടെ മുഖത്ത്. 3, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, അതെ, റിസ്ക് എടുക്കണം, കുറച്ച് ബുദ്ധിമുട്ടണം ഒരാത്മാവിനെ കൊണ്ടുവരുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. 4-മതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 4 പേരെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായിട്ടുള്ള വിശ്വാസം അവരുടെ ജീവിതത്തിലുണ്ടായി. ആമേൻ ആമേൻ. ഒരു സ്തോത്രം ചെയ്യേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പ്രൈസിലോട് പറ, ഒരു പ്രൈസിലോട് പറ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് എവിടെ വിശ്വാസം? ഭൂമിയിൽ ഐക്യബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഐക്യതയില്ല ദൈവത്തിൻ്റെ പൈതലേ. 4 പേർ ഐക്യതയുള്ളവരായിരുന്നു, അത് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതുപോലെ അവരുടെ ജീവിതത്തിൽ 4 പേരും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതെ, അവന് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ യേശു അവന് പാപമോചനം കൊടുക്കുകയും അവന് രോഗത്തിന് സൗഖ്യം കൊടുക്കുമെന്ന് അവർ വിശ്വസിച്ചു. ഒരു വിഷയത്തിൻ്റെ മുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ആ വിഷയത്തിൻ്റെ മുകളിൽ നീ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വേദപുസ്തകം പഠിക്കുമ്പോൾ അത് ഭർത്തിമായ കുരുടനെ നമുക്ക് പരിചയമുണ്ടല്ലോ. ദാവീദ് പുത്രാ, എന്നോട് കരുണ കാണിക്കണമെന്ന് അവൻ നിലവിളിച്ചപ്പോൾ യേശു നിന്നു. യേശുവിനറിയാം അവൻ വിശ്വാസത്താലെ യാചിച്ചെന്ന്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ വചനം ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ വിശ്വാസത്താൽ ആയിരിക്കുന്നെങ്കിൽ നിന്റെ കണ്ണിന് മാത്രമല്ല നിന്റെ ഏത് വിഷയങ്ങൾക്കും അവൻ മറുപടി തരും. ദൈവത്തിന് സ്തോത്രം.
ആമേൻ. ക്രിസ്തുവിനെ വായ്ക്കൊണ്ട് ഏറ്റുപറയുകയും ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വിശ്വാസത്താൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ കടന്നു വന്നപ്പോൾ പറഞ്ഞു പോയതാ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ആരെങ്കിലും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ എനിക്ക് പറയാനായിട്ടുള്ളത് അത് നീ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കണം. അംഗീകരിക്കുമോ? വിശ്വാസത്താൽ അംഗീകരിക്കുമോ? എന്നാൽ ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വാസത്തിൽ നിന്ന് ഊന്നിപ്പറയട്ടെ ദൈവത്തിൻ്റെ പേര്, അവർ 4 പേരും വിശ്വാസമുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിശ്വാസമില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ പോലും വിശ്വാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, ചാലിശ്ശേരിയിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാനൊരു ഭവനത്തിലേക്ക് കടന്നുപോയി. 91 വയസ്സായൊരു അമ്മച്ചി, മുടിയെല്ലാം പട്ടുപോലെ ഇരിക്കുന്നൊരമ്മച്ചി. ഞാൻ മുടി തലോടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അമ്മച്ചിയേ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് ഇങ്ങനെ ചിരിച്ചു കാണിച്ചു. രണ്ടാമതും ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിത്യജീവനിലേക്ക് പോകുമോ? അപ്പോഴും ചിരിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ദൈവത്തിന് സ്തോത്രം ഒന്ന് ഇളിച്ചു കാണിക്കും. തുറന്നങ്ങോട്ട് പറയട്ടെ, ഒന്ന് ഇളിച്ചു കാണിക്കും. എന്താ കാര്യം? പ്രത്യാശയില്ല, വിശ്വാസമില്ല. എന്നാൽ നീ മടങ്ങിവോ, എൻ്റെ യേശു വരാറായി. യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് യേശു കർത്താവ് വിശ്വാസത്തിലേക്ക് നീ മടങ്ങി വരണം. എന്നാൽ ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു കർത്താവിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി എത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, അവരുടെ വിശ്വാസം കണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം, ആരാ വിശ്വസിക്കുന്നത് അവർക്കാ സൗഖ്യം. ദൈവത്തിൻ്റെ പേരിൽ അവരുടെ വിശ്വാസം കണ്ട് യേശു എന്ത് ചെയ്തു? പക്ഷപാതക്കാരനെ പാപം മോചിച്ചു കൊടുത്തു. നീ അപ്പോൾ ചില പരീശന്മാരുണ്ടല്ലോ, ചിലവരുണ്ടല്ലോ ഇവിടെ യഹൂദന്മാർ, അവർ ചോദിച്ചു, പാപം മോചിക്കാൻ അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, ഇവനെന്താ അധികാരം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവസാനത്തെ തുള്ളി ഊറ്റിത്തന്നത്, അവസാനത്തെ തുള്ളി രക്തം ഊറ്റിത്തന്നത് എന്നെയും നിന്നെ രക്ഷിപ്പാനാ. ആ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കണം. ആ യേശു ക്രിസ്തു ദൈവമാണെന്ന്, പൂർണ്ണ ദൈവമാണെന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം, ഈ 4 പേരുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും അത് VOC ചാനലിൽ കൂടെ ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ പോലെ ശ്രമിക്കുന്ന ഏവരുമേ, ശുശ്രൂഷയിലായിരിക്കുന്നവരെ ഏവരുമേ, ഇത് കേട്ട് നിങ്ങൾ ശുശ്രൂഷയിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. ഇത് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ തികഞ്ഞവനല്ല ദൈവത്തിൻ്റെ പേരിൽ, എനിക്കൊത്തിരി കുറവുകൾ കാണാം. ഞാൻ അത്ര പ്രാപ്തനല്ല, ശുശ്രൂഷയ്ക്ക് വേണ്ടി അത്ര പ്രാപ്തനല്ല. എങ്കിലും എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് വചനം നിങ്ങളോട് സംസാരിക്കുന്നതാ. ഈ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവർക്ക് നീ കൊടുക്കണം ദൈവത്തിൻ്റെ പേരിൽ. നമ്മൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. അത് ദൈവത്തിൻ്റെ സ്തോത്രം. പടചേർത്തവന് നീ പ്രസാദിപ്പിക്ക്. ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. നീ അതിൻ്റെ പുറകെ പോകല്ലേ. ഇന്ന് ചിലവരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാര്യങ്ങൾ നോക്കി നടക്കുന്നവരാ, കർത്താവിൻ്റെ വേലയില്ല. ഫിലിപ്പ്യ ലേഖനത്തിൽ പൗലോസ് പറയാ, 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയാ, ദൈവത്തിന് സ്തോത്രം, ചിലർ സ്വന്തം കാര്യമത്രേ നോക്കുന്നത്. അവിടെ ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് ഇപ്രകാരം പറയുന്നു, ചിലർ കർത്താവിൻ്റെ കാര്യമല്ലോ സ്വന്തം കാര്യമത്രേ നോക്കുന്നത്. കർത്താവിൻ്റെ കാര്യം നോക്കുവാൻ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക ദൈവത്തിൻ്റെ പേരിൽ. പടചേർത്തവനെ നീ പ്രസാദിപ്പിക്ക്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഏവരുമേ, ശുശ്രൂഷകരെ, ബ്രദർമാരെ, പാസ്റ്റർമാരെ, എനിക്ക് പറയാനായിട്ടുള്ളത്, കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുവിൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടട്ടെ. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം പാപത്താൽ തടഞ്ഞു കിടക്കുന്നവരെ കുറിച്ചിട്ടുള്ള, രോഗത്താൽ തടഞ്ഞു കിടക്കുന്നവരെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2, അവർ ഐക്യതയുള്ളവരായിരുന്നു, ഒരുമയുള്ളവരായിരുന്നു. 3, അവർ റിസ്ക് എടുത്തു, അവർ ഒത്തിരി ബുദ്ധിമുട്ടി യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ഈ വ്യക്തിയെ കൊണ്ടുവരാൻ. പ്രൈസ് ദി ലോർഡ്. 4 പേരുടെ വിശ്വാസം കണ്ടപ്പോൾ യേശു
പാപത്തിന് മോചനം കൊടുക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ സ്തോത്രം, അതോടുകൂടെ അവന് രോഗത്തിന് സൗഖ്യം ലഭിച്ചു. ഈ വചനങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ കരത്തിലേക്ക് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവനെ ചുമന്നു കൊണ്ടുവന്ന 4 പേരെ കുറിച്ച് ഇന്ന് വ്യക്തമായി കേട്ടല്ലോ കർത്താവേ. അതുപോലെ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്താൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും നീ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിലും എൻ്റെ പിതാവിനും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ, അതെ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന് പറഞ്ഞുള്ള ആ വാഗ്ദത്തം മുറുകെ പിടിപ്പാൻ നിങ്ങളെ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.